നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 19 നടക്കാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ആദ്യം പഠിച്ചെടുക്കേണ്ട ടോപ്പിക്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ജൂലൈ 6 ഇനി ജൂലൈ ഓഗസ്റ്റ് മാത്രം കൂട്ടാം. ഓഗസ്റ്റ് സെപ്റ്റംബർ 19 എക്സാം. അപ്പൊ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഏത് വിഷയമാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണ് ഞാൻ കൂടുതൽ പഠിക്കേണ്ടത്, പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരുടെ കാര്യമാണ് എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ആയിട്ട് നടക്കുന്ന 10th ലെവൽ ഫോക്കസ് ചെയ്ത് +2 ലെവൽ ഫോക്കസ് ചെയ്ത് നടക്കുന്ന PSC എക്സാംസ് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും BFA പോലെയുള്ള എക്സാമിന് SCRT പുസ്തകങ്ങൾ നിങ്ങൾ ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് സയൻസിനകത്ത് നിങ്ങൾ SCRT ഒഴിവാക്കരുത്. എല്ലാ ചാപ്റ്ററും ഒന്നും നോക്കിയില്ലെങ്കിലും ഞാനൊരു ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സയൻസിന്റെ. ആ പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സയൻസിനകത്തുനിന്ന് 1 മാർക്ക് പോലും നഷ്ടമാവില്ല. 10ാം ക്ലാസ് വരെ ഉള്ളത് മാത്രം നോക്കിയിട്ട് പോയാൽ മതി. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ആദ്യം പഠിക്കേണ്ട, അതായത് ഒരു 20-25 ദിവസം കൊണ്ട് കവർ ചെയ്തെടുക്കേണ്ട ടോപ്പിക്സ് മാത്രം നമ്മൾ പറയാം. ഓരോ ദിവസമായിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരാവേ. അത് അടുത്ത ദിവസം നമുക്ക് സെറ്റ് ചെയ്തിടാം. 50 ടോപ്പിക്സിന്റെ ഒരു ടൈം ടേബിൾ തരാം അടുത്ത ദിവസം. അപ്പൊ അത് വെച്ചിട്ട് പഠിച്ചു പോകാം. നമുക്ക് നോക്കാം. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്, പിന്നെ ബയോളജി വരുന്ന പോർഷൻ 6, ഭൗതികശാസ്ത്രം ഫിസിക്സ് 3, കെമിസ്ട്രി 3. ഇങ്ങനെയാണ് GK പോർഷൻസ് കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് എന്താ, കമ്പ്യൂട്ടറും ഉണ്ട്. ഈ പറയുന്ന സുപ്രധാന നിയമം എന്ന് പറയുന്ന ഒരു സെക്ഷൻ 5 മാർക്കുണ്ട് അല്ലെ. കലാകായികം സാഹിത്യം 5 മാർക്ക്. അപ്പൊ ഈ സുപ്രധാന നിയമത്തിനെയും കൂടെ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് കൊണ്ടുവരാം. കോമൺ ടോപ്പിക്സ് ആയിട്ട് തന്നെ പഠിക്കാം. കമ്പ്യൂട്ടറിനെയും കായിക സംസ്കാരത്തിനെ നമുക്ക് ഒന്ന് മാറ്റി നിർത്തിയാൽ GK ടോപ്പിക്സ് വരുന്നത് ഈ പറഞ്ഞതുകൂട്ട് തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരളം ഭരണവും ഭരണ സംവിധാനവും, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് 5 മാർക്കിന്റെ സുപ്രധാന നിയമം. എല്ലാം കൂടെ എത്ര മാർക്കാണ് വരുന്നത്? 5, 10, 15, 20, 25. സയൻസിന് മാത്രമായിട്ട് എത്ര മാർക്ക് വരുന്നുണ്ട്? ഏകദേശം 12 മാർക്കാണ്. 6 മാർക്ക് ബയോളജി, 3 മാർക്ക് ഈ പറഞ്ഞ ഒരു ഫിസിക്സിനും, പിന്നെ 3 മാർക്ക് വരുന്നത് കെമിസ്ട്രിക്കുമാണ്. അപ്പൊ ഏകദേശം ഒരു 12ഓളം മാർക്ക് നമുക്ക് അവിടെ വരുന്നുണ്ട്, സയൻസിനകത്ത് തന്നെ വരുന്നുണ്ട്. അതുപോലെ സുപ്രധാന നിയമങ്ങൾ ഇത്രയും ഫോക്കസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്കോർ മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട്, ഒരു 25 ദിവസം കൊണ്ട് ഇതിനകത്തുനിന്ന് ഹോട്ട് ടോപ്പിക്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഓരോ ദിവസവും നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട്, പ്രത്യേകിച്ച് 10ാം ക്ലാസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക 25-26. എന്നിട്ട് ഈ മലയാളവും ഇംഗ്ലീഷും കണക്കും ചെയ്തു നോക്കുക. അപ്പൊ ആ 30 മാർക്ക് കൂടെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ, എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. യൂറോപ്യന്മാരുടെ വരവ് എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. കേരളത്തിനകത്ത് ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, അതുകൂടെ ഒന്ന് നോക്കാം. പിന്നെ സ്ഥിരം ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന് പോലും ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, എല്ലാ രാജാക്കന്മാരെ പറ്റിയിട്ടും അവരുടെ സംഭാവനകളെ പറ്റിയിട്ടും പഠിക്കാം. സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള്, സാമൂഹ്യ മത നവോത്ഥാന നേതാക്കന്മാരും എപ്പോഴും ചോദിക്കുന്നതാണ്, അത് പഠിക്കുക. ഇതെല്ലാം SCRT ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഐക്യ കേരള പ്രസ്ഥാനം ഉറപ്പായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് നടന്ന സമ്മേളനങ്ങളുടെ എവിടെ വെച്ച് നടന്നു എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, അതും പഠിക്കുക. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഫുള്ള് പഠിക്കാൻ ഞാൻ പറയില്ല. 1ാം സ്വാതന്ത്ര്യ സമരം ഓരോ സ്ഥലത്തും നേതൃത്വം കൊടുത്തവര് എപ്പോഴും ചോദിക്കാറുണ്ട്. മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും നിങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ +2 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. മഹാത്മാഗാന്ധിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അദ്ദേഹത്തെ പറ്റി പറയുന്ന ഫുൾ പോയിന്റ്സ് 2-3 ചാപ്റ്ററിലായിട്ട് കിടപ്പുണ്ട്, അത് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലൊക്കെ പുതിയ SCRTക്കകത്താണെങ്കിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് നോക്കുക. ഒന്നും നോക്കിയില്ലെങ്കിൽ ആദ്യം ഇത്രയും നോക്കുക കേട്ടോ. ഒരു 20-25 ഡേയ്സിനുള്ളിൽ ഇത് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 20 ദിവസം. ലോക വിപ്ലവത്തിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് ഫ്രഞ്ച്, റഷ്യൻ, അമേരിക്കൻ വിപ്ലവം നോക്കുക. ചൈനീസും കൂടെ നോക്കിയോണ്ട് തെറ്റില്ല. പിന്നെ ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭൂമിയുടെ ഘടനയും അന്തരീക്ഷവും ചോദിക്കും.
പിന്നെ ചോദിച്ചു കാണാറുള്ള ഈ മഹാസമുദ്രം ഉണ്ടല്ലോ, അതിനകത്ത് ഈ സമുദ്ര ചലനം ചിലയിടങ്ങളിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഇപ്പം അത് നോക്കുക. ഈ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഭൂമിയുടെ ഘടന നോക്കുക, അന്തരീക്ഷം നോക്കുക. അതുപോലെ അന്തരീക്ഷ മർദ്ദവും കാറ്റും സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അതുകൂടെ നോക്കണം കേട്ടോ. ഞാൻ ആകെ 3 ആദ്യം എടുത്തിട്ടിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ കൂടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, ടോപ്പോഗ്രാഫിക് മാപ്പ്, സമുദ്രചലനം, 5 നോക്കിയിട്ട് പോവുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപ്രകൃതി SCERT പുസ്തകം വെച്ചിട്ട് ആ ഒരൊറ്റ ചാപ്റ്റർ വായിച്ചിട്ട് പോയാലും മതി, നമുക്ക് ഫുൾ മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഇന്ത്യയുടെ ഭൂപ്രകൃതി, നദികൾ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാൻ പറ്റും. കേരളത്തിലെ നദികളെ പറ്റിയിട്ടും കൃഷിയും ഗവേഷണ കേന്ദ്രങ്ങളും ഉണ്ടല്ലോ, സ്ഥാപനങ്ങൾ, സ്ഥലം, അതും കൂടെ ഒന്ന് നോക്കുക. എക്കണോമിക്സ് വരുന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതി ഷുവർ ഷോട്ട് ആണ്, ഹരിത വിപ്ലവം ഷുവർ ഷോട്ട് ആണ്, പിന്നെ നീതി ആയോഗ് ഷുവർ ഷോട്ട് ആണ്. പിന്നെ ഇപ്പൊ ചോദിക്കുന്നത് പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറ്റിയിട്ട് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നും നോക്കിയില്ലെങ്കിൽ സാരമില്ല. ഈ 3 ടോപ്പിക്സ് ഉണ്ടല്ലോ, പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗും ഹരിത വിപ്ലവവും, നാക്കൊടക്കി. പിന്നെ RBI ഒക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് സമയം അനുസരിച്ചിട്ട് അതും കൂടെ നോക്കിയിട്ട് പോവുക. ഞാൻ ഈ പറഞ്ഞത് ഒരു 20-25 ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാർഷിക വിളകൾ, ഖാരിഫ്, റാബി വിളകളൊക്കെ ഇപ്പം മിനിഞ്ഞാന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നോക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യൻ ഭരണഘടന വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഈ 5 മാർക്കിൻ്റെത് ഫുള്ള് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് 10 മാർക്കാണ്, ടോപ്പിക്സ് കുറവും 10 മാർക്കുമാണ്. എന്നാലും ഭരണഘടനാ നിർമ്മാണ സഭ അത് ചോദിക്കും. മൗലിക അവകാശം സ്ഥിരം ചോദ്യമാണ്. 42, 44 സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 91 ഭരണഘടനാ ഭേദഗതി ചോദിക്കുന്നുണ്ട്. പഞ്ചായത്തി രാജ് എപ്പോഴും ചോദിക്കും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറ ലിസ്റ്റ് സ്ഥിരം ചോദ്യമാണ്. അതെങ്കിലും നോക്കിയിട്ട് പോവുക. കേരളം ഭരണ സംവിധാനത്തിനകത്ത് വിവിധ കമ്മീഷൻ, പ്രത്യേകിച്ച് വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, ഇൻഫർമേഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ കമ്മീഷൻ പഠിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്മീഷനും നമുക്ക് ആക്ടിനകത്തും കിടപ്പുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ മതി. തണ്ണീർത്തടം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കകത്ത് നമ്മുടെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന്റെ പേര് മാറിയത് മിനിഞ്ഞാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മിക്കവാറും ഒരു ചോദ്യം കാണാൻ സാധ്യതയുണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ആ ഒരു ഫുഡ് ഫോർ വർക്കിൽ തുടങ്ങിയിട്ട് ഇപ്പൊ വന്ന് നിൽക്കുന്ന ആ ഒരു ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഫുള്ളായിട്ട് നോക്കുക. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ നോക്കുക. ഈ സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനകത്ത് കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം വനിതാ കമ്മീഷനും മറ്റ് കമ്മീഷൻസും ഒക്കെ നമുക്ക് ആക്ടിനകത്തുമുണ്ട്, വിവിധ കമ്മീഷനകത്തുണ്ട്. അപ്പൊ അത് ബന്ധിപ്പിച്ച് പഠിക്കുക. പിന്നെ ബയോളജി വരുന്ന സമയത്ത് ഈ പറഞ്ഞുകൊണ്ട് ഞാൻ സയൻസിന്റെ ലിസ്റ്റ് ഒന്ന് കാണിക്കാം. ഭൗതിക ശാസ്ത്രം, കെമിസ്ട്രിയും പഠിക്കാനായിട്ട് സയൻസിന്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഫിസിക്സിനകത്ത് 8ാം ക്ലാസ്സിലെ അളവുകളും യൂണിറ്റുകളും ചലനവും ബലവും, 9ാം ക്ലാസ്സിലെ ചലന നിയമങ്ങള്, ചലന സമവാക്യങ്ങള്, ഗോളീയ ദർപ്പണം 8ാം ക്ലാസ്, 9ാം ക്ലാസ്സിന്റെ പ്രകാശത്തിന്റെ അപവർത്തനം, 10ാം ക്ലാസ്സിലെ ലെൻസ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, 9ാം ക്ലാസ്സിലെ പ്രവൃത്തിയും ഊർജവും, 9ാം ക്ലാസ്സിലെ പ്ലവക്ഷമ ബലം, 9ാം ക്ലാസ്സിലെ ശബ്ദം. ഇത്രയും നമുക്ക് ഫിസിക്സിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ 10ാം ക്ലാസ്സിലെ ശബ്ദ തരംഗങ്ങൾ. ഇത് ഇത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഫിസിക്സിനകത്തുനിന്ന് നമുക്ക് കവർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഫുൾ പോയിന്റ്സ് അവിടെ നിന്ന് നമുക്ക് കിട്ടും, ഉറപ്പാ. പിന്നെ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് 8ന്റെ മൂലകങ്ങളും സംയുക്തങ്ങളും, ക്ലാസ് 9ന്റെ ആറ്റത്തിന്റെ ഘടന, ക്ലാസ് 8ന്റെ ലോഹങ്ങളും അലോഹങ്ങളും, ക്ലാസ് 9ന്റെ അലോഹം, ക്ലാസ് 10ന്റെ ലോഹങ്ങൾ, വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്നിവയും, ക്ലാസ് 8 ആസിഡുകള്, ബേസുകൾ, ലവണങ്ങൾ, ക്ലാസ് 9 രാസഗതികം, ലായനികൾ, ക്ലാസ് 10ന്റെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും സ്ഥിരമായിട്ട് ചോദിക്കും കേട്ടോ. പീരിയോഡിക് ടേബിൾ 9ാം ക്ലാസ്സിലെ, 10ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇത്രയും പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഉറപ്പായിട്ടും ഫുൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ അവിടെ ഉണ്ട്. ഈ പുതിയൊരു പുസ്തകത്തിന്റെ പ്രത്യേകത NCERTയുടെ മിക്ക പോയിന്റ്സും പുതിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയത് തന്നെ ഇപ്പൊ 9ാം ക്ലാസ്സിലെ കഴിഞ്ഞ പ്രാവശ്യമാണ് മാറിയത്, 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ പ്രാവശ്യമാണ് മാറിയത്. അപ്പൊ അത് മനസ്സിലാക്കി പുതിയ പുസ്തകം തന്നെ പഠിക്കണേ. ഇയർ താഴെ കൊടുത്തിട്ടുണ്ട്. ബയോളജി വരുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പറയാൻ പറ്റില്ല. 9ാം ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റേഴ്സ് ഒരു 3 ചാപ്റ്ററോളം ഉണ്ട്. 9ാം ക്ലാസ്സിലെ പാർട്ട് 2 ആദ്യത്തെ 2 ചാപ്റ്റർ. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ പാർട്ട് 1ന്റെ 3 ചാപ്റ്റേഴ്സും പഠിക്കണം. 10ാം ക്ലാസ്സിലെ പാർട്ട് 2 ചാപ്റ്റർ നമ്പർ 5 പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഇത്രയുമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത്രയും കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു സയൻസ് മേഖല മുഴുവനായിട്ടും കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. കലാ സാംസ്കാരികം ഞാൻ ഇപ്പം നിലവിൽ പറയുന്നില്ല. പിന്നെ കമ്പ്യൂട്ടറും ഞാൻ നിലവിൽ പറയുന്നില്ല. സുപ്രധാന നിയമം ഒന്നും ഒഴിവാക്കരുതെന്നാ പറയുന്നത്. കാരണം 5 മാർക്കിന് നോക്കിക്കേ,
റൈറ്റ് ടു ഇൻഫർമേഷൻ എല്ലാവർക്കും അറിഞ്ഞുകൂടെ? ആ റൈറ്റ് ടു ഇൻഫർമേഷൻ അത് ഏതൊക്കെ ഇൻഫർമേഷൻ ആണ് കൊടുക്കരുതാത്തത് എന്ന് പഠിക്കാൻ എളുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്നത്, രാജ്യത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ആഭ്യന്തര കാര്യങ്ങളെ സംരക്ഷിക്കുന്നത്, അല്ലയോ? അതൊന്നും പുറത്ത് പറയരുത്. ആ ആക്ടിനകത്ത് ഏത് സെക്ഷനകത്താണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനകത്ത് ഏതൊക്കെയാണ് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് 6 റൈറ്റ്, അത് തന്നെ പഠിക്കുക. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷനകത്ത് ഞാൻ മുകളിൽ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ സംരക്ഷണമൊക്കെ അവിടെ നമുക്ക് വേരിയസ് കമ്മീഷൻസ് പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ ഇവിടെ വരിക. ഇവിടെ പ്രത്യേകിച്ച് പഠിക്കാൻ തന്നിട്ടുള്ളത് എന്താണോ, വുമൻസുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ സംരക്ഷണം നമുക്ക് മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. നാഷണൽ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കുക. ഇത് തന്നെ നമുക്ക് അവിടെയും ഡൊമസ്റ്റിക് ആക്ട് അവിടെയും ചോദിക്കാം ഇവിടെയും ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ വേരിയസ് കമ്മീഷൻ, അത് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST, അതുപോലെ SC/ST കേരള സ്റ്റേറ്റ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്, മൈനോറിറ്റി കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കമ്മീഷൻ എന്നുള്ളത് മിക്സ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ സംരക്ഷണവും നമുക്ക് മിക്സ് ചെയ്ത് അവിടെ പഠിക്കേണ്ടത് ഇവിടെ പഠിക്കേണ്ടത് ഒന്നായിട്ട് എടുക്കാം. പോക്സോ ആക്ട് പ്രത്യേകിച്ച് 2012 എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ പഠിക്കാം. എന്താണോ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം മതി. ഫുൾ ആക്ട് പഠിക്കാൻ നിങ്ങളോട് പറയുന്നില്ല. എന്താണോ പഠിക്കാൻ പറഞ്ഞത് അത് മാത്രം കവർ ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത് ഏകദേശം നമുക്കൊരു 50 മാർക്കിനകത്ത് ഹോട്ട് ടോപ്പിക്സ് മാത്രം നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 50 മാർക്ക് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു 30 മാർക്ക് സുഖമായിട്ട് കവർ ചെയ്യാം. അതുകൊണ്ട് ഒരു 20 ദിവസം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് പഠിക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയ കാര്യമായിരിക്കും. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നാളെയോ ഇന്നോ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവൽ മതി, 10th ലെവലോ +2 ലെവലോ എടുക്കുക, അത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. ടൈം ടേബിൾ വേണമെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.